ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിലുള്ള സാധാരണ കാണപ്പെടുന്ന സാധനങ്ങളൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ആ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതാ മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. മുട്ടയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഒരു 8 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊന്ന് വഴന്ന് കിട്ടണം. സവാളയൊന്ന് വാടി വരട്ടെ. ഇതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സവാള ഒത്തിരി അങ്ങ് മൂത്ത് പോവുകയൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ബീൻസും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചൊന്ന് വാടട്ടെ എണ്ണയിലേക്ക് കിടന്ന്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പകുതി ക്യാപ്സിക്കം കേട്ടോ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചോറ് വേവിച്ചപ്പം അത് ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ സോയാ സോസും ഒരു പകുതി നാരങ്ങയുടെ നീരും അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സോസൊക്കെ ഒന്ന് റെഡിയായി വരണം. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 250 ml കപ്പിന് 1 കപ്പ് അരിയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, മുട്ട ചേർക്കാനുണ്ട്. അതുകൊണ്ട് ആദ്യം
നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്ത പച്ചക്കറി എല്ലാം അതിൽ എല്ലാ ഭാഗത്തും പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്തതിന് ശേഷം മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയും ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അത് മൂടി വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.